ഹായ് ഗൈസ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് റാപ്സ് ഓഡിയോ എന്ന് പറയുന്ന ബ്രാൻഡ് പുറത്തിറക്കുന്ന അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റാപ്സ് ബൂംബോക്സ് ട്രോളി സ്പീക്കറിൻ്റെ ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ ആണ്. ഇതൊരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. 30 വാട്ട്സ് ഔട്ട്പുട്ട് വരുന്ന ഒരു കിടിലൻ ബ്ലൂടൂത്ത് സ്പീക്കറാണ്. ഇതിൻ്റെ ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ നോക്കുന്നുണ്ട്. കാരണം ഞാനിത് 1 വീക്കായിട്ട് യൂസ് ചെയ്ത് വരുന്നുണ്ട്. സോ അതിൻ്റെ ഒരു റിവ്യൂ, എൻ്റെ പേഴ്സണലി ഉള്ളൊരു റിവ്യൂവും കാര്യങ്ങളും കൂടെ ഞാൻ ഈ ഒരു വീഡിയോ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ബോക്സിംഗ് പാക്കേജ് ആണ്. എനിക്കിത് കൊളാബറേഷൻ വീഡിയോ ആയതുകൊണ്ട് കൊറിയർ വഴിയാണ് അയച്ചത്. നിങ്ങൾക്കത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും അവൈലബിൾ ആയിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുമുണ്ട്. സോ നേരെ നമുക്ക് ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യാം. ഞാൻ ഓൾറെഡി ഇതിൻ്റെ ടേപ്പും കാര്യങ്ങളും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത് പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നിങ്ങളെ കാണിക്കാൻ ജസ്റ്റ് ഒന്നും കൂടെ എടുത്ത് വെച്ചതേ ഉള്ളൂ. സോ നേരെ നമുക്ക് ഈ ഒരു ബോക്സ് ഇതിൽ നിന്ന് റിമൂവ് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ബോക്സ്, അതായത് നമ്മുടെ ഈ ഒരു സ്പീക്കർ കൊണ്ടുവരുന്ന ബോക്സ്. സോ ഈ ഒരു ബോക്സ് നേരെ ടേബിളിൽ വെക്കാനായിട്ട് സാധിക്കില്ല, ചരിച്ച് വെക്കാനേ പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ ഈ ഒരു ടേബിളിനേക്കാളും വളരെ വലുതാണ് ഈ ഒരു ബോക്സിംഗ് പാക്കേജ് വരുന്നത്. മുകളിലായിട്ട് റാപ്സ് ഓഡിയോ എന്നും വയർലെസ് ബ്ലൂടൂത്ത് സ്പീക്കർ ബൂം ബോക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഹൈ ക്വാളിറ്റി ഓഡിയോ എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്പീക്കറിൻ്റെ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ബോക്സിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഒരു സ്പീക്കറും നമ്മുടെ ഒരു യൂസർ മാനുവലും ഒരു ഓക്സ് കേബിളും നമ്മുടെ USB ചാർജിങ് കേബിളും ഒരു വയർഡ് മൈക്രോഫോൺ നമുക്ക് കിട്ടുന്നുണ്ട്. നേരെ ബാക്ക് സൈഡിലായിട്ട് വരികയാണെങ്കിൽ അവരുടെ അഡ്രസ്സും അതോടൊപ്പം പ്രൈസിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇവിടെ പ്രൈസിങ് കൊടുത്തിരിക്കുന്നത് 5999 രൂപയാണ്. സോ വെബ്സൈറ്റിൽ വരുന്ന പ്രൈസിങ് കറക്റ്റ് ഇത് തന്നെയാണ്. ബട്ട് ആമസോണിൽ വെറും 3500 രൂപ മാത്രമാണ് വില വരുന്നത്. ബ്ലൂടൂത്ത് വെർഷൻ 5.0 ഓക്സിൻ, ട്രാൻസ്മിഷൻ റേഞ്ച് 10 മീറ്റർ, USB പോർട്ട് ആൻഡ് മൈക്കിൻ എന്ന് കൊടുത്തിട്ടുണ്ട്. സോ നേരെ നമുക്ക് ഈ ഒരു സെല്ലോ ടൈപ്പ് ഫോണിൽ നിന്നെടുത്ത് മാറ്റാം. സോ നമ്മളത് മാറ്റിയിട്ടുണ്ട്. നേരെ നമ്മുടെ ബോക്സിൽ നമുക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ സ്പീക്കർ അതിൽ നിന്ന് വെളിയിലേക്ക് എടുക്കാം. സോ നല്ലൊരു ബബിളി റാപ്പിംഗിൽ ഇട്ടതിന് ശേഷമാണ് നമ്മുടെ സ്പീക്കർ വരുന്നത്. സോ നേരെ നമ്മുടെ സ്പീക്കർ ഇതിൽ നിന്ന് പുഷ് ചെയ്ത് വെളിയിലേക്ക് എടുക്കാം. സോ സ്പീക്കർ എടുക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഫ്രണ്ടിലായിട്ട് തന്നെ നമ്മുടെ യൂസർ മാനുവൽ വെച്ചിട്ടുണ്ട്. സോ ഒരു യൂസർ മാനുവലാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ബാക്കി ക്യൂ സ്റ്റാർട്ട് ഗൈഡോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരില്ല. സോ ഇതിൻ്റെ അകത്ത് തന്നെയാണ് ഓൾറെഡി ഉള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ നേരെ അത് മാറ്റി വെച്ചതിന് ശേഷം ബോക്സിൻ്റെ അതിന് വേറെ എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം. സോ ആദ്യം നമ്മൾ ബോക്സിൻ്റെ പുറത്ത് വായിച്ച സാധനങ്ങളുള്ളൊരു പാക്കറ്റാണിത്. ഇതിൻ്റെ അകത്താണ് നമ്മുടെ മൈക്കും ചാർജിങ് കേബിളും അതോടൊപ്പം മൈക്കിൻ്റെ പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. നേരെ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ മൈക്ക്. നല്ലൊരു മെറ്റൽ ക്വാളിറ്റി കിട്ടുന്ന മൈക്കാണ്. നല്ലൊരു എന്താ പറയുക, ഒറിജിനൽ മൈക്കിൻ്റെ അതേ ഫീൽ തന്നെ നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നുണ്ട്. സോ നല്ല ക്വാളിറ്റി ഉള്ളൊരു മൈക്കാണ് നമുക്ക് കിട്ടുന്നത്. സോ ഇനി നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് ഇനി വരുന്നത് നമ്മുടെ ചാർജിങ് കേബിളാണ്. സോ ഇതാണ് നമ്മുടെ ചാർജിങ് കേബിൾ. ഇത് നമുക്ക് വരുന്നത് മൈക്രോ USB കേബിളാണ്, ടൈപ്പ് C കേബിൾ അല്ല. നമ്മുടെ സാധാ മൈക്രോ USB കേബിളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതോടൊപ്പം നമ്മുടെ മൈക്ക് കണക്ട് ഉള്ള കോഡും കാണാനായിട്ട് സാധിക്കും. സോ ഇത് നമ്മൾ ജസ്റ്റ് ഇതിനകത്തൊന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി, നമ്മുടെ മൈക്ക് റെഡി ആവും. നേരെ നമ്മുടെ സ്പീക്കർ കണക്ട് ചെയ്ത് നമ്മുടെ മൈക്ക് യൂസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ജസ്റ്റ് ഇത് റിമൂവ് ചെയ്യാനും പറ്റും. വളരെ സിമ്പിളാണ്. നല്ല രീതിയിൽ തന്നെ ഇത് ഫിക്സ് ആയിരിക്കുകയും ചെയ്യുന്നുണ്ട്. സോ നേരെ നമുക്ക് ഇതൊക്കെ എടുത്തൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ റാപ്സ് ബൂംബോക്സ് ട്രോളി സ്പീക്കറിൻ്റെ ഫസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത്. സോ നല്ലൊരു എന്താ പറയുക, വെയിറ്റൊക്കെ ഉള്ളൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ റാപ്സിൻ്റെ ഈ ഒരു ബൂം ബോക്സ്. സോ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് നമ്മുടെ ഈ ഒരു സ്പീക്കറിൻ്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് ആണ്. സോ ഡിസൈൻ ആൻഡ് ബിൽഡിലേക്ക് വരുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ എന്താ പറയുക ക്വാളിറ്റി പറ്റി പറയുകയാണെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ബിൽറ്റാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഫ്രണ്ടിലായിട്ട് നമ്മുടെ ഒരു സ്പീക്കറെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റൽ ഫ്രെയിമാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ മിനിമലായിട്ടുള്ളൊരു ഡിസൈനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ ഒരു ട്രോളി എന്താ പറയുക ഇൻസ്പയർഡ് ആയിട്ടുള്ള ഡിസൈനാണ് വരുന്നത്. സോ നമുക്ക് ബാക്കിലായിട്ട് നമ്മുടെ വോളിയം ബട്ടൺ കാണാനായിട്ട് സാധിക്കും. വോളിയം ബട്ടൺ ഇതിൻ്റെ പവർ ബട്ടൺ വരുന്നുണ്ട്. നമ്മുടെ ഓക്സിനും അതോടൊപ്പം നമ്മുടെ കൺട്രോൾ കീസും ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് ഇതിൻ്റെ മോഡ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും അതോടൊപ്പം നമ്മുടെ മ്യൂസിക് ചേഞ്ച് ചെയ്യാനും പോസ് ആൻഡ് പ്ലേയും കാണാനായിട്ട് സാധിക്കും. നമ്മുടെ പെൻഡ്രൈവ് ഇൻപുട്ട് അതോടൊപ്പം നമ്മുടെ എന്താ പറയുക SD കാർഡുള്ള സ്ലോട്ടും കാണാനായിട്ട് സാധിക്കും. നേരെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു മൈക്ക് കണക്ട് ചെയ്യുന്ന ഒരു ചോടും കൂടെ കാണാനായിട്ട് സാധിക്കും. അതിലേക്കാണ് നമ്മുടെ മൈക്ക് കണക്ട് ചെയ്ത് നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കുന്നത്. വളരെയധികം ക്വാളിറ്റി നമ്മുടെ ഈ ഒരു മൈക്കിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ ഇതിൻ്റെ ഡിസൈൻ ആൻഡ് ബിൽറ്റും കാര്യങ്ങളൊക്കെ വളരെയധികം എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം തന്നെയാണ്. സോ പ്ലാസ്റ്റിക് ബിൽറ്റ് ആണെങ്കിലും നല്ല ക്വാളിറ്റി ഫിനിഷാണ് ഇതിൻ്റെ അകത്ത് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. മുകളിലായിട്ട് നമുക്ക് പിടിക്കാനുള്ള പിടിയും കാര്യങ്ങളും ലഭിക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഒരു ട്രോളി ഇൻസ്പയർഡ് ഡിസൈൻ ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടുന്നത്. സോ നല്ലൊരു ഡിസൈനാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ആൻഡ് ഇത് കുറച്ച് വെയിറ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. സോ ഇതിൻ്റെ വെയിറ്റ് ഏകദേശം വരുന്നത് 2800 ഗ്രാം വെയിറ്റാണ് ഇതിന് വരുന്നത്. ഏകദേശം 2-3 കിലോ അടുപ്പിച്ച് നമുക്ക് ഇതിന് വെയിറ്റ് വരുന്നുണ്ട്. സോ അത്രയും വെയിറ്റുള്ള പ്രൊഡക്റ്റാണ്. നേരെ നമുക്കൊന്ന് ബൂട്ടപ്പ് ചെയ്ത് നോക്കാം.
അപ്പോൾ ബൂട്ടപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു പെൺകുട്ടിയുടെ ശബ്ദമാണ് കിട്ടുന്നത്. ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിരുന്ന പ്രൊഡക്റ്റ്, അതായത് ബ്ലൂടൂത്ത് ഡിവൈസസിലൊക്കെ ഒരു ആണിൻ്റെ ശബ്ദമായിരുന്നു. സോ ഇതിൻ്റെ അകത്ത് നമുക്കൊരു പെണ്ണിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്. സോ നേരെ ബൂട്ടപ്പായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് പാട്ട് കേൾക്കാനായിട്ട് സാധിക്കും. ഇവിടെയാണ് നമ്മുടെ മോഡ് ബട്ടൺ ഉള്ളത്. ഇതൊരു RGB ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് RGB ടേൺ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ ചാർജൊക്കെ സേവ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് RGB ഓഫ് ചെയ്യാനും പറ്റും. സോ RGB ഓഫ് ചെയ്യാനുള്ള കൺട്രോൾസും കാര്യങ്ങളൊക്കെ നേരത്തെ കാണിച്ച ഒരു യൂസർ മാനുവലിൻ്റെ അകത്താണ് ഉള്ളത്. അപ്പോൾ അതാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ യൂസർ മാനുവൽ വായിക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള കൺട്രോൾ ആൻഡ് ഫങ്ഷൻസ് നമുക്ക് മനസ്സിലാവും. എൻ്റെ ഫസ്റ്റ് ഇംപ്രഷനിൽ ഞാൻ ആദ്യം യൂസ് ചെയ്ത സമയത്ത് എനിക്ക് ഇതിൻ്റെ ഒരുപാടധികം ഫങ്ഷൻസും കൺട്രോൾസും മനസ്സിലായില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു യൂസർ മാനുവൽ ആദ്യം തന്നെ വായിക്കുകയാണെങ്കിൽ ഇതിനകത്തുള്ള കൺട്രോൾസും കാര്യങ്ങളും നേരത്തെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ ഒരു പെർഫോമൻസിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഈ ഒരു പെർഫോമൻസിൽ തന്നെയാണ് കൂടുതലും പറയാനായിട്ടുള്ളത്. അതായത് ഈ ഒരു ഡിവൈസിൻ്റെ ബ്ലൂടൂത്ത് വെർഷൻ വരുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്ലൂടൂത്ത് വെർഷൻ 5.0 ആണ്. സോ നമുക്ക് ഇതിനകത്ത് ബ്ലൂടൂത്ത് റേഞ്ച് വരുന്നത് 10 meters ആണ്. പവർ ഔട്ട്പുട്ട് അതായത് ഇതിൻ്റെ RMS വരുന്നത് 30 watts ആണ്. സോ ഇതിൻ്റെ കമ്പാറ്റബിൾ ഡിവൈസസ് നമ്മൾ നോക്കുകയാണെങ്കിൽ മൊബൈൽ ആവട്ടെ, ടാബ്ലറ്റ് ആവട്ടെ, ലാപ്ടോപ്പ് ആവട്ടെ, അതായത് ഇപ്പോൾ ഏത് ബ്ലൂടൂത്ത് സപ്പോർട്ടഡ് ആയിട്ടുള്ള ഡിവൈസ് ആയാലും നമ്മുടെ ഈ ഒരു ട്രോളി സ്പീക്കർ അതുകൊണ്ട് സപ്പോർട്ടഡ് ആവുന്നതാണ്. ഇതിനകത്ത് ഓക്സ് കേബിളിനുള്ള ഒരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു സ്പീക്കറിനകത്ത് ചാർജ് തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓക്സ് കണക്ട് ചെയ്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ലാപ്ടോപ്പിൽ നിന്നാവട്ടെ മൊബൈലിൽ നിന്നാവട്ടെ നമുക്ക് ഇതിനകത്ത് പാട്ട് കേൾക്കാൻ സാധിക്കുന്നതാണ്. സോ അതെനിക്ക് എടുത്ത് പറയുന്ന ഒരു ഫീച്ചറായിട്ട് തോന്നി. ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് നോക്കുകയാണെങ്കിൽ 90 Hz to 20 kHz വരെയാണ് നമുക്ക് വരുന്നത്. സോ നല്ല രീതിയിൽ തന്നെ ഒരു സ്പീക്കർ ഔട്ട്പുട്ട് ലഭിക്കുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മുടെ റാപ്സിൻ്റെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ. അതോടൊപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് മൈക്രോഫോണിൻ്റെ ഒരു ഇൻപുട്ടും കൂടെ ലഭിക്കുന്നുണ്ട്. അതെനിക്ക് ഒരുപാടധികം ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ പാട്ടൊക്കെ പാടണം, അതായത് കരോക്കെയൊക്കെ പാടാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ഓപ്ഷൻ ഉണ്ട്. സോ നമുക്കിനി ഇതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റി, അതായത് ഇതിൽ നിന്ന് ബാസും ഇതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റി നമുക്കൊന്ന് നോക്കാം. സോ നിങ്ങൾക്ക് നേരെ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മൈക്കിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഇതിൻ്റെ അകത്തുള്ളൊരു പാട്ട് നിങ്ങളൊന്ന് കേട്ടിട്ട് വരിക. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അകത്തുള്ളൊരു ഓഡിയോ സാമ്പിൾ കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നല്ല രീതിയിൽ തന്നെ പവർ ഔട്ട്പുട്ട് വരുന്നൊരു ഡിവൈസാണ് നമ്മുടെ റാപ്സിൻ്റെ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ. ഇതിൻ്റെ ബാറ്ററി ആൻഡ് ചാർജിങ് സെക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ചാർജിങ് ടൈം ഏകദേശം 2 മണിക്കൂറാണ് നമുക്ക് വരുന്നത്. ബാറ്ററി പ്ലേ ബാക്ക് ടൈം വരുന്നത് നമുക്ക് ഏകദേശം 4 to 6 മണിക്കൂറാണ്. കറക്റ്റ് നമുക്ക് 6 മണിക്കൂർ വരെ നമുക്ക് ഇതിൻ്റെ അകത്ത് പ്ലേ ബാക്ക് ടൈം കിട്ടുന്നുണ്ട്. നമ്മൾ സോങ്സ് ഒക്കെ പ്ലേ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് നല്ല രീതിയിൽ തന്നെ ബാക്കപ്പ് ലഭിക്കുന്നുണ്ട്. ചാർജിങ് ടൈം 2 മണിക്കൂർ എന്ന് പറയുന്നത് ഏകദേശം ഒരു 10 മിനിറ്റ് എക്സ്ട്രാ എടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്മാർട്ട് ഫോണോട് ഡയറക്റ്റ് കണക്ട് ചെയ്ത് തന്നെ നമ്മുടെ ബാറ്ററിയുടെ ചാർജ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ചാർജിങ് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു 10 മിനിറ്റ് എക്സ്ട്രാ എടുക്കുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. സോ അത് എനിക്കൊരു പ്രോബ്ലം ആയിട്ട് പറയുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ചാർജ് എപ്പോഴും ഫുൾ ചാർജ് തന്നെ ആവശ്യമുണ്ട്. അപ്പോൾ 2 മണിക്കൂറിൽ നിന്നൊരു 10 മിനിറ്റ് എടുക്കുന്നത് വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല. സോ ബാറ്ററിയുടെ കാര്യങ്ങളിൽ തംസ് അപ്പ് തന്നെയാണ് ഈ ഒരു ഡിവൈസ്. എനിക്ക് ഒരുപാടധികം ഇഷ്ടപ്പെട്ടു. അതോടൊപ്പം നമുക്ക് ഇതിനകത്ത് ബാറ്ററി യൂസ് ചെയ്ത് നിങ്ങൾക്ക് പാട്ട് കേൾക്കേണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നമ്മുടെ സ്മാർട്ട് ഫോണിൽ 3.5mm ഓഡിയോ ജാക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ഓക്സ് കണക്ടർ, അതായത് ഓക്സ് ടു ഓക്സ് ഉള്ള കേബിൾ വാങ്ങിച്ച് കണക്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് വളരെ നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇതിൻ്റെ ബൈ ലിങ്ക്, അതായത് ആമസോൺ, ഫ്ലിപ്കാർട്ട് വെബ്സൈറ്റ് ലിങ്ക് എല്ലാം താഴെ തന്നിട്ടുണ്ട്. ഈ ഒരു കമ്പനിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലിങ്ക് തന്നിട്ടുണ്ട്. അവരുടെ ഇൻസ്റ്റാഗ്രാം ID ലിങ്കും അതോടൊപ്പം ഫേസ്ബുക്കും യൂട്യൂബും എല്ലാം താഴെ മെൻഷൻഡ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്യാം. ഈ റാപ്സിൻ്റെ ഒരുപാടധികം പ്രൊഡക്ട്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അതൊക്കെ വേണമെങ്കിൽ വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. സോ താങ്ക്സ് ടു റാപ്സ് ആൻഡ് SMT India ഫോർ ദിസ് കൊളാബ്. ആൻഡ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടാം. Until then, this is Adhan signing off. Bye bye. See you in the next one. Tata.